മറ്റൊരു വാർത്തയിലേക്ക് പോകണം. ആരോഗ്യ സെക്രട്ടേറിയറ്റിൽ, ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ നാടകീയ രംഗങ്ങൾക്ക് ഇന്ന് സാക്ഷ്യം വഹിച്ചു. കോടതി ഉത്തരവുമായി എത്തിയ ഔദ്യോഗികമായി ചുമതലയേൽക്കാനെത്തിയ മുൻ DHS ഡോക്ടർ റീനയ്ക്ക് കസേര വിട്ടു നൽകാൻ നിലവിലെ ഡയറക്ടർ ഡോക്ടർ മീനാക്ഷി തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. തുടർന്ന് ഇരുവരും തമ്മിൽ വലിയ തർക്കമുണ്ടായി. സ്ഥലമാറ്റത്തിനെതിരെ ഡോക്ടർ റീന നൽകിയ ഹർജിയിൽ ട്രിബ്യൂണലിന്റെ അടിയന്തര നടപടിക്ക് പിന്നാലെയാണ് ഇവർ ജോലിയിൽ പ്രവേശിക്കാനായി എത്തിയത്. ഏതായാലും രസകരമായ കൗതുകകരമായ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെയുള്ളൊരു സിനിമാ രംഗം, ഒരു തഹസിൽദാർ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സിനിമാ രംഗം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. അതിനെ യോജിക്കുന്ന തരത്തിലുള്ള ചില സംഭവവികാസങ്ങളാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ ഉണ്ടായത്. ഒടുവിൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിച്ചു, അല്ലെങ്കിൽ ഇത് പരിഹരിക്കപ്പെട്ടോ എന്ന് നമുക്ക് നോക്കാം. സാരംഗ് തുടരുന്നുണ്ട്. സാരംഗ്, എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും ഒരു ഫോർമുല ഉണ്ടോ ഈ പരിഹാരത്തിന്, പ്രശ്നപരിഹാരത്തിന്? രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഒരു സിനിമാ രംഗം ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ DHSലെ രംഗങ്ങൾ നമുക്ക് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു ട്രൈബ്യൂണലിനെ സമീപിച്ചുകൊണ്ട് ഈ ഒരു സ്ഥലമാറ്റ ഉത്തരവ് അടക്കം മാറ്റിക്കൊണ്ട്, അതായത് അതിൽ സ്റ്റേ നേടിക്കൊണ്ട് റീനയുടെ മറ്റൊരു നീക്കം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. നമുക്കറിയാം, 15 ദിവസം ലീവിന് അപേക്ഷിച്ചു. അതായത് പകർച്ചവ്യാധി അടക്കം പടർന്ന് പിടിക്കുന്ന സമയത്ത് 15 ദിവസം ലീവിന് അപേക്ഷിച്ചു. ഒപ്പം ശബരിമല ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടടക്കം വലിയ രീതിയിലുള്ള തെറ്റായ നടപടികൾ സ്വീകരിച്ചു എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സ്ഥലമാറ്റ ഉത്തരവടക്കം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നത്. അത് ന്യായീകരിച്ചുകൊണ്ടുള്ള പല പ്രസ്താവനകളും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു തന്നെ ഉണ്ടാകുന്നു. ഉടനടി തന്നെ ഈ ഒരു ട്രൈബ്യൂണലിനെ സമീപിക്കുകയും ഉടൻ തന്നെ അവർ അടിയന്തരമായി ഒരു കേസിൽ ഇടപെട്ടുകൊണ്ട് സ്റ്റേ നൽകുകയും ചെയ്തു. പക്ഷേ ഈ ഒരു നിയമന ഉത്തരവ് അല്ലെങ്കിൽ സ്ഥലമാറ്റ ഉത്തരവ് തിരുത്തിക്കൊണ്ട് അവിടെ ജോലിക്ക് തുടരണമെന്നൊരു ഉത്തരവ് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു നിർദ്ദേശം ലഭിച്ചിട്ടുള്ള എന്ന കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിലെ DHS ഉദ്യോഗസ്ഥ ഇപ്പോൾ അവിടെ നിന്നും ഒരു ഡ്യൂട്ടി മാറാൻ തയ്യാറാകാതെ നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, ഒരു സാങ്കേതിക തടസ്സം അല്ലെങ്കിൽ ഇതിലൊരു വ്യക്തത കുറവ് നിലവിലുണ്ട്. സ്റ്റേ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്, ജോലിയിൽ തുടരാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമുക്കറിയാം, ആരോഗ്യവകുപ്പിന്റെ തുടക്കത്തിൽ തന്നെ വലിയ തലവേദനയായിരുന്നു ഈ ഒരു സ്ഥലമാറ്റം. കാരണം കൃത്യമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടില്ല. മാത്രമല്ല, ഈ ഒരു ലീവ് 15 ദിവസമല്ല അപേക്ഷിച്ചിരുന്നത്, 2.5 ദിവസത്തെ ലീവ് മാത്രമായിരുന്നു അപേക്ഷിച്ചത്. അത് കൃത്യമായ രേഖകളടക്കം ട്രൈബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു. ഒപ്പം ഈ ഒരു ശബരിമല ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടടക്കം വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചു എന്ന് പറയുമ്പോൾ പോലും അതൊക്കെ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള രേഖകൾ അല്ലെങ്കിൽ അതിനെതിരെയുള്ള രേഖകൾ റീന കൃത്യമായി ട്രൈബ്യൂണലിനെ സമീപിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും സർക്കാർ അടുത്ത അല്ലെങ്കിൽ കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പല പുഴുക്കുത്തുകളെയും പുറത്തേക്ക് എറിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർക്കാരിനെതിരെയുള്ള നിലപാടെടുക്കുന്ന ആൾക്കാരെ ഒരു തസ്തികയിൽ നിന്ന് മാറ്റുമെന്നടക്കമുള്ള വലിയ ആരോപണ വിധേയമായ വലിയ വിമർശനങ്ങൾ വിധേയമായിട്ടുള്ള പ്രസ്താവന ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നടക്കം ഉണ്ടായിരുന്നു. എന്തിനായാലും നാടകാന്ത്യം അല്ലെങ്കിൽ അവസാനിച്ചിട്ടില്ല ഈ ഒരു നാടകം, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു വിവാദത്തിൽ അവസാനമായിട്ടില്ല എന്ന് തന്നെ സ്ഥിരീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ റീന DHS ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ സെൽഫി പഞ്ചിങ് നടത്തിക്കൊണ്ടാണ്, അതായത് മാധ്യമങ്ങൾക്ക് മുൻപ് തന്നെ സെൽഫി പഞ്ചിങ് നടത്തിക്കൊണ്ടാണ് അവർ അകത്തേക്ക് കയറിപ്പോയത്. പിന്നീട് ഈ ഒരു ഉദ്യോഗസ്ഥയുമായി കൂടുതൽ വാക്കുതർക്കത്തിലേക്ക് കടക്കുകയായിരുന്നു. നിലവിൽ അവിടെ പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. മറ്റ് വാക്കുതർക്കത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസിന്റെ ഒരു ഇടപെടലൊരു സാധ്യതയടക്കം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഇനി ആരോഗ്യമന്ത്രിയുടെയോ റീന വന്നപ്പോൾ മാധ്യമങ്ങളോട് എന്തോ 1-2 വാക്ക് സംസാരിച്ചിരുന്നു. അവരുടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് തന്നെയാണ് സെൽഫ് പഞ്ചിങ് നടത്തിയത്. ആ ദൃശ്യങ്ങളിലേക്കും അവരുടെ എന്താ പറഞ്ഞത് അതിലേക്കൂടെ ഒന്ന് പോകാം. ഞാൻ പിന്നീട് സംസാരിക്കാം. എനിക്ക് അറ്റൻഡൻസ് മാർക്ക് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിലാണ് ഈ നാടകീയ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒഫീഷ്യൽ കസേരയിൽ കാണുന്നത് പുതുതായി ചാർജ് എടുത്ത ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ്. ഏതായാലും ഡയറക്ടർ ഡോക്ടർ മീനാക്ഷി സ്ഥാനം വിട്ടു നൽകാൻ തയ്യാറായില്ല. തുടർന്ന് തർക്കമുണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.